അല്ല, അമ്പലത്തിൽ പോകാൻ വന്നു. എന്തോ കറി? ഇവിടെ കറി ഞാൻ സ്വപ്നം കാണും. അവിടെ എന്താ കറി? ചക്കക്കുരു മാങ്ങ. കേക്കാൻ വയ്യ. ചക്കക്കുരു മാങ്ങ. ഓ, അത് പയ്യെ പറഞ്ഞാൽ മതിയായിരുന്നു. അവള് കുളിക്കണ? അത് കാണാനില്ല. എന്ത് അരി തിരിഞ്ഞു റേഷനരി അല്ലേ മേടിക്കാൻ നമുക്ക് നിർവാഹമുള്ളൂ. ആവശ്യമില്ലാത്ത കല്ല് കിട്ടുന്നുണ്ടോ? കല്ലൊക്കെ ഉണ്ട്. ഇപ്പൊ പണ്ടത്തിനേക്കാളൊക്കെ ഭേദം കിട്ടാ. പക്ഷെ കല്ല ആകെ പ്രശ്നം ചെറുക്ക. ഓ, നീ എന്നാ മിഷിന്റെ ബോർഡ് മാറ്റി തന്നില്ലേ? അതൊരു വിധത്തിൽ തയ്ച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ അതിന്റെ വീലൊടിഞ്ഞു. അത് വല്ല വെൽഡിങ്ങിന് കൊടുക്ക. അതിന് വെൽഡ് ചെയ്യാൻ പറ്റില്ല. എന്തോ എന്താണ്ട് ഒരു സാധനം വെൽഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് അർത്ഥം. അല്ല, വെൽഡ് ചെയ്യാൻ കൊണ്ടു കൊടുക്കുക. അത് ഇരുമ്പല്ല, അങ്ങനത്തെ എന്താണ്ട് സാധനം ആയതുകൊണ്ട് വെൽഡ് ചെയ്യാൻ പറ്റൂല. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. അത് ഉണ്ടായിരുന്നോണ്ടാ കഞ്ഞി കുടിച്ച് പോയിക്കൊണ്ടിരുന്നത്. ലീറ്റോനെ കാണിച്ചു കൊടുത്തപ്പോഴത്തേനും കാണിച്ചിട്ട് ഒരു പോക്ക്. ഞാൻ എന്തോ അല്ലടാ, എനിക്ക് ലോൺ എടുത്തിട്ട് ഒരു പുതിയ മെഷീൻ മേടിച്ചു തരാൻ പറ്റുമോ? കാര്യമായിട്ട് വെച്ചാടോ, ഒരു നിവൃത്തിയില്ലടാ എനിക്ക്. ഒരു നിവൃത്തി ഇല്ലാതെ ഞാൻ ഇരിക്കുന്നത്. നിനക്കെന്താ നിവൃത്തിയായിട്ട്? നിനക്ക് മാസാമാസം ശമ്പളം കിട്ടണില്ലേ? ഗവൺമെന്റ് ജോലിയില്ലേ? ഞാൻ പൈസ എങ്ങോട്ട് വേണമെന്നല്ലോ നിനക്കറിയാമോ? ഞാനൊരു കാര്യം ചെയ്യാം. എനിക്ക് എന്ത് ചെല്ലണമെന്ന് നിനക്കറിയണം അല്ലേ? എനിക്ക് കിട്ടുന്ന മാസം ശമ്പളം നിനക്ക് തരാം. ഈ പ്രാവശ്യം കിട്ടുന്ന ശമ്പളം നിനക്ക് തരാം. നീ എന്നിട്ട് ചിലവ് കാണിച്ചു തരണം എനിക്കൊന്ന്. ട്രീറ്റ്മെന്റിന് എത്ര കൊടുക്കുമെന്ന് അറിയാമോ? ലക്ഷങ്ങളാണ് പോണത്. ഒരുപാട് പൈസയാവോ? പിന്നെ നീ എന്ത് പറയുന്നത്? അവിടെ ചെക്കപ്പ്, ഇവിടെ ചെക്കപ്പ്, അത് കൊണ്ടുവിട്, ഇത് കൊണ്ടുവിട്. എന്നിട്ട് വട്ടം കറക്കുകയല്ലേ മനുഷ്യനായിട്ടിട്ട്. അതിനിടെ പിന്നെ ലോണുണ്ട്, അവിടെ ശമ്പളം പിടുത്തമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന കപ്പിച്ചല്ലേ ഉള്ളൂ. ഇതിനിടെ നീ ഒരു അത്യാവശ്യം ചോദിക്കും തരണേ എനിക്ക്. ഞാൻ എവിടെ നിന്നിട്ട് ഒപ്പിക്കുന്നത്? അങ്ങനെ നിനക്ക് കടമുണ്ടെങ്കിൽ അത് വേഗം തീർക്കുന്ന. എങ്ങനെ? നീ ഒരു കാര്യം ചെയ്യും, വേറെ ആരും അറിയണ്ട. ക്ലീറ്റോനോടൊന്നും പറയണ്ട. അമ്മേനോട് പറഞ്ഞിട്ടേ നമ്മുടെ അവിടുത്തെ പറമ്പിന്റെ എന്തെങ്കിലും ഇച്ചിരി സ്ഥലം വിറ്റിട്ട് കടം തീർക്കാൻ നോക്ക്. കടം വെച്ചോണ്ടിരിക്കല്ലേട്ടാ അവനക. അത് നടക്കുന്നില്ലേ? ചുമ്മാ ആവശ്യമില്ല. ഇവിടുത്തെ കടം കൂട്ടാന്നല്ലാതെ അതിനകത്ത് വേറെ മാർഗമൊന്നുമില്ല. എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കുറച്ച് പൈസ എവിടെ നിന്നെങ്കിലും കിട്ടിയെങ്കിലേ ഒരു ഫാൻസി കടയോ അങ്ങനെ എന്തെങ്കിലും കട തുടങ്ങിയെങ്കിൽ നമുക്കൊരു ഫാൻസി സ്റ്റോർ. ശരി, അങ്ങനെയാകുമ്പോൾ നമുക്ക് ക്ലീറ്റോനെ ഇരുത്തുകയും ചെയ്യാം. എന്നെ ജീവിക്കാൻ നീ സമ്മതിക്കില്ല. അവനവിടെ ഇരുത്തിയാൽ അവൻ മര്യാദയ്ക്ക് അവിടെ ഇരിക്കുമോ? ഇല്ല. അവൻ ആദ്യം പറയാൻ ഭയങ്കര ഡയലോഗ് അടി. ഞാൻ ഇവിടെ ഇരിക്കേണ്ടവനല്ല, ഞാൻ മറ്റടുത്ത് ഇരിക്കേണ്ടവനാണ്. നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കാം, പക്ഷേ എനിക്ക് മാസം ഇത്ര ശമ്പളം വേണം, എനിക്ക് അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയാം. അതൊക്കെ നമുക്ക് സഹിക്കാം. മൂന്നിൻ്റെ അൻസാറും മറ്റേ നടരായനൊക്കെ അവിടെ വന്നിരിക്കും. പാർട്ടി മീറ്റിംഗ് അവിടെ ആയിരിക്കും. നമ്മളൊരു കാര്യം നടത്തുമ്പോൾ, ഒരു കട നടത്തുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണം. ഇല്ല ആളുകൾ പറ്റിച്ചോണ്ട് പോകും. അന്ന് വേണ്ട, ക്ലീറ്റോൻ എത്തണ്ട. നീ ഒരെണ്ണം തുടങ്ങുന്ന വേഗം. നിനക്ക് മറ്റേ നിങ്ങളുടെ എന്താണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ കിട്ടുമല്ലോ. ഒരു ലോണൊക്കെ കിട്ടും. പിന്നെ അത് അടച്ചിരുന്നാലേ അടുത്ത് കിട്ടുള്ളൂ. അടച്ചില്ലടി. ഇല്ല, നിങ്ങളെല്ലാം എൻ്റെ അടുത്തൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ കൂടെ നിങ്ങളുടെ അടുത്ത് ഇല്ലെന്ന് പറയണമെന്ന് വിചാരിച്ചാണ് പറയാതിരിക്കുന്നത്. എന്തെങ്കിലും കുറച്ച് പൈസ കിട്ടിയെങ്കിൽ വല്ല കടമെല്ലാം തുടങ്ങായിരുന്നു. പക്ഷെ അത് നടക്കുകയില്ല. ടെൻഷൻ അടിക്കണ്ട, അതിനൊക്കെ കിട്ടും. ചക്കക്കുരു മാങ്ങൻ തരട്ടെ? ചോറുണ്ണാൻ ചക്കക്കുരു മാങ്ങൻ തരട്ടെ? നോക്കട്ടെ, ഇവിടെ കറി ഇല്ലെങ്കിൽ ഞാൻ പറയാം. നീ കഴിച്ചാ? കഴിക്കാം. വരുവായിരിക്കും, ഞാൻ നോക്കിയിരിക്കാം. അപ്പൊ നിങ്ങള് കഴിച്ചോ? കറി വേണേ ചോദിക്കാമേ. എവള് എത്ര നേരം കുളി തുടങ്ങിയിട്ട്? 3 മണിക്കൂറായ? സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പാവം, ആരെയും ടെൻഷൻ അടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചാൽ അവൻ ഒറ്റയ്ക്ക് അങ്ങ് ടെൻഷൻ അടിക്കുക. ഇതെല്ലാം ഇടുന്ന ആശയം. ഞാനാണെങ്കിൽ 24 മണിക്കൂർ അവരോട് പൈസ വയ്ക്കും. എവിടുന്ന്? ചേച്ചി, ലോട്ടറി വേണോ? എല്ലാ ലോട്ടറിയും ഉണ്ട്. വേണ്ട ചേച്ചി, ഒരു ലോട്ടറി അടി ചേച്ചി. ഉറപ്പായിട്ട് അടിക്കുവോ? കൊള്ളാം, എത്രയോ പേർക്ക് അടിച്ചിരിക്കുന്നു. ചേച്ചിയെ കറക്റ്റ് കണ്ടാ അറിയാം. ഭാഗ്യം തെളിഞ്ഞു നിൽക്കുക. അത് ശരിയാ, നല്ല ഭാഗ്യത്തിൽ നിൽക്കപ്പ ഞാൻ. ചേച്ചി ഒരു എന്താ ലോട്ടറിക്ക് എന്താ വില? ചേച്ചി പറ. ചേച്ചി വാ, ചേച്ചി അത് ലോട്ടറി ഒന്ന് കാണും. പൈസ എന്താന്ന് പറയും. പല വിലക്ക് ഉണ്ടെന്നേ. വാ, ഐശ്വര്യമായിട്ട് രാവിലെ വെറുതെ നോക്കാം. എന്താ ചേച്ചി? എടുക്കാനൊന്നുമല്ല, വെറുതെ നോക്കിയോ. നോക്കുന്നതിന് ആർക്കും പൈസ കൊടുക്കണ്ടല്ലോ. സ്ത്രീ ശക്തിയുടെ ലോട്ടറി ഉണ്ട്, ജനശക്തിയുടെ പല ലോട്ടറി ഉണ്ട്, ബമ്പറുണ്ട്.
ഐശ്വര്യമായിട്ട് നോക്കി ചേച്ചി. വാ. എത്ര കൊറേ ടിക്കറ്റ് ഉണ്ടല്ലോ. ഒരുപാട് ടിക്കറ്റ് ഉണ്ട്. ഇത് 2 കോടിയൊക്കെ ഉണ്ടോ? ആ പിന്നെ അതിന് എത്ര രൂപ? 200 രൂപ. 200 രൂപ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കൊച്ചിന്റെ 1 മാസത്തെ സ്കൂൾ വണ്ടിയുടെ ഫീസ് ചേച്ചി ഈ ടിക്കറ്റ് എടുത്ത് അടിച്ചാൽ ചേച്ചിക്ക് 10 മാസത്തെ പൈസ ഒരുമിച്ച് കൊടുത്തൂടെ? ഇല്ല, ക്ലീറ്റ പുറത്തായി. ചേച്ചിയുടെ ടിക്കറ്റ് എത്ര രൂപ? ഇതിന് എത്ര രൂപയാന്നേ? ചേച്ചി പല വിലക്കുള്ളതുണ്ട്. ചേച്ചിക്ക് ഏത് വേണം? 10 രൂപ ഉണ്ടോ? അയ്യോ എൻ്റെ പൊന്ന സഹോദരി, ഏറ്റവും കുറഞ്ഞത് 30 രൂപ. 30 രൂപ കുറഞ്ഞ് ടിക്കറ്റ് ഇല്ല. ഇഷ്ടമുള്ള ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ചേച്ചി ടിക്കറ്റ് എടുത്ത് ക്ലീറ്റ് എടുത്ത് പൈസ ഞാൻ മേടിച്ചോളാം. അതൊന്നും വേണ്ട. എന്നാ ഞാനൊന്ന് നോക്കട്ടെ. അടിക്കുന്ന ടിക്കറ്റ് തന്നെ. അടിക്കുന്ന ടിക്കറ്റ് അങ്ങനെ എടുത്തിട്ടില്ല ടിക്കറ്റ്. ആദ്യമായിട്ടല്ലേ എടുക്കണേ? ഉറപ്പായിട്ട് അടിക്കും. ഓടി വാ, പൈസ എടുത്തോണ്ട് വാ. ഏത് സ്ത്രീശക്തി മതിയോ? അങ്ങനെ ഒരു കച്ചവടം നടന്നു. ഓടി വാ ചേച്ചി, പോയിട്ട് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പൈസ എടുക്കട്ടെ. ചേച്ചിക്ക് ഒരു ഭാഗ്യം, എനിക്കും ഒരു ഭാഗ്യം. ചേച്ചിക്ക് ഏത് സംഖ്യ വേണമെന്ന് പറഞ്ഞേ? ഒറ്റ സംഖ്യ വേണം. ഒറ്റ സംഖ്യ ഇതിന്ന് മതിയല്ലോ. ആ സ്ത്രീശക്തി ഇല്ലേ വേണ്ടേ? ഏറ്റവും 30 രൂപ ഇതേ ഉള്ളൂ. 2 4 6 കായ്ക്കുടുക്കൊക്കെ പൊട്ടിച്ചല്ലേ? അല്ല, 2000-ന്റെ ഇരിക്കണതേ. അപ്പൊ ചില്ലറ ഞാൻ തരാം. അല്ല, അത് മാറണ്ടെന്ന് വിചാരിച്ചാ. അടിക്കണതാണ്. അടിക്കും, ഉറപ്പായിട്ട് അടിച്ചിരിക്കും ടിക്കറ്റ്. 10 രൂപ 30 രൂപ തന്നിട്ടുണ്ടേ. കണക്ക് കഴിഞ്ഞേ. അപ്പൊ അടിച്ചാ എന്നെ കാണണം കേട്ടോ. അല്ല, ഇത് എവിടുന്ന് കിട്ടും പൈസ? ആരോട് ചോദിക്കുന്നത്? എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാന്നേ. അല്ലേ രാവിലെ ബാങ്കിൽ കൊണ്ടു കൊടുത്താൽ ഉറപ്പായിട്ട് കിട്ടും. 60 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നോട് ചോദിച്ചാൽ മതിയോ? വേണ്ട, അത് ബാങ്കിൽ കൊണ്ടു കൊടുക്കണം. 5 10 അടിച്ചാൽ എൻ്റെ അടുത്ത് വരും, ഞാൻ തരാം കേട്ടോ. പോക്കോട്ടെ, ഒന്നുകൂടെ എടുക്കണം. അയ്യോ വേണ്ട വേണ്ട. ആ എൻ്റെ ഭഗവാനെ, ഇതൊന്ന് അടിച്ചേക്കണേ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ലോട്ടറി എടുക്കണതാ. അറിയാമല്ലോ എൻ്റെ കാര്യങ്ങൾ. ഇതടിച്ചിട്ടുണ്ടെങ്കിൽ മലയാറ്റൂർ മല അടുത്ത 4 വർഷത്തേക്ക് ക്ലീറ്റോ കുരിശ് ചുമന്ന് മുടങ്ങാതെ കയറും. എൻ്റെ ഉറപ്പാണ്. ഞാൻ എന്തായാലും ക്ലീറ്റോനെ കൊണ്ട് മല ചവിട്ടിപ്പിച്ചോളാം. ഹലോ, ഈ ക്ലീറ്റോ എന്ന് പറയുന്നത് ആരാണ്? ഈ ഞാൻ തന്നെയാണോ? ഓഹോ, അങ്ങ് തീരുമാനിച്ചു 4 കൊല്ലം എന്നെ കൊണ്ടങ്ങ് മല ചവിട്ടിക്കാന്ന്. കുരിശും ചുമന്നല്ലേ? നമുക്ക് ലോട്ടറി അടിക്കാൻ വേണ്ടി. ലോട്ടറി അടിക്കാൻ? അതെ, കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഞാൻ കുരിശ് ചുമന്നുകൊണ്ട് നടക്കുന്ന ആളാണ്. ഇനി പുതിയതായിട്ട് എന്നെ കുരിശ് ചുമന്ന് മലയാറ്റൂർ കയറ്റേണ്ട കാര്യമില്ല കേട്ടോ. എന്ത് പറഞ്ഞാലും അങ്ങോട്ട് മുടക്കിക്കൊള്ളണം. ഒരു നല്ല കാര്യം നിങ്ങളുടെ വായിന്ന് വരരുത് ക്ലീറ്റോ. പിന്നെ ലോട്ടറി എടുത്തിട്ടുണ്ട് അടിച്ച് ഇപ്പം അങ്ങ് അടിക്കുപടി. നിങ്ങളൊന്ന് സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനെയുള്ള വർത്താനം പറയാതിരിക്കോ. ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് എടുത്തതാ. 10-13 വയസ്സായി അവക്ക്. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ തന്നെ കെട്ടിക്കാലോ അല്ലേ? അതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നിങ്ങളെ കൊണ്ട് എന്തിനു പറ്റും? ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലാത്ത മനുഷ്യൻ. നനഞ്ഞ് ഏറി കിടക്കാൻ പോലത്തെ ഒരു സാധനം. സാഹിത്യ ഭാഷകളൊക്കെ കിട്ടി തുടങ്ങിയില്ലേ? പിന്നെ മോളെ കെട്ടിക്കണമെങ്കിലേ തന്ത ആരാന്ന് ചോദിക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ എന്നെ ഒന്ന് അങ്ങോട്ട് നിർത്തിക്കണം കേട്ടോ. ഓ കഷ്ടം. എടി കഴുത, ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ വേണ്ട. എത്ര രൂപ ടിക്കറ്റിന്? എത്ര രൂപ? 30 രൂപ. 30 രൂപ ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് ഇതിൽ ഒന്നുകൂടെ ഉജാലയൊക്കെ മുക്കി ഇച്ചിരി പശയൊക്കെ വാങ്ങിച്ച് മുക്കി ഈ ഷർട്ടും ഇത് വൃത്തിയായിട്ട് ഇവിടെ സൂക്ഷിച്ചുകൂടായിരുന്നോ? എന്നിട്ട് എന്തിനു റോട്ടിൽ കൂടി അതിട്ടുണ്ട് വടി പോലെ നടക്കാൻ വേണ്ടിയിട്ടല്ലേ? വില പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. റോട്ടിൽ കൂടെ നടക്കുമ്പോഴേ 10 ആൾ കാണുമടി, ഒരു ഗമയുണ്ടാവുമായിരുന്നു. ഇതിപ്പോൾ ഈ കാശിൻ്റെ അടിച്ചില്ലാക്കി പോയിന്ന് എൻ്റെ കാര്യം തീരുമാനം. പൊക്കോട്ടെ, എൻ്റെ കയ്യിൽ നിന്ന് വെച്ചാൽ 30 രൂപയല്ല, അത് പൊക്കോട്ടെ. അപ്പം അതിന് ഒരു പ്രശ്നമില്ല. അങ്ങനെ അനാമത്തായിട്ട് ചിലവാക്കണേന്. ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പൈസ ചോദിച്ചാൽ എന്താ നിങ്ങളുടെ പ്രശ്നം? മലയാറ്റൂര് മല കയറാൻ പറ്റൂലെങ്കിൽ വേണ്ട, ഞാൻ കയറിക്കോളാം. 10-60 ലക്ഷം രൂപ കിട്ടുന്ന കാര്യം അത് ചെയ്യാൻ പറ്റൂല. ഒരു മല വീണ്ടും ഒരു മല കയറുന്നു. എനിക്ക് ചിരിയൊന്നും വന്നില്ല. എനിക്ക് ചിരി വരണത്. ഫസ്റ്റ് പ്രൈസ് അടിക്കണമെങ്കിൽ എന്നെ കൂടെ കൂട്ടണം കേട്ടോ. അന്നേരം വാ, ഫസ്റ്റ് പ്രൈസ് അടിക്കുമ്പോഴത്തേനും തങ്കം കുങ്കും ഒന്നും വിളിച്ചോണ്ട്. കൂട്ടിയില്ലെങ്കിൽ ഞാൻ ചാടി കയറും. അപ്പൊ തള്ളി താഴ്ത്തിടിക്കാൻ നോക്കി. ഇപ്പൊ അടിക്കും നോക്കിയിരുന്നോ. എന്ത് കാര്യം നല്ലത് പറഞ്ഞോട്ടെ, അപ്പ വായിന്ന് മുടക്കേ വരുള്ളൂ. Alien versus Alien.